പ്രതികരണം തേടുന്നതിനിടെ മാധ്യമപ്രവർത്തകന്റെ മൈക്ക് മുഖത്ത് തട്ടിയപ്പോഴുണ്ടായ നടൻ മോഹൻലാലിന്റെ വാക്കുകൾ അനുകരിച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. മാധ്യമപ്രവർത്തകരിൽ ഒരാളുടെ മൈക്ക് തന്റെ തലയിൽ തഴുകിയെന്ന് മോനെ, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞാനും പറയണോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം. തിരുവനന്തപുരത്ത് സ്വച്ഛതാ പദ്ദ ക്യാമ്പയിനിൽ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയായിരുന്നു മന്ത്രി. പരിപാടി കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം. പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. ഞാൻ പറയണോ മോനെ, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പറയണോ മോനെ, അതിനുവേണ്ടിയാണോ തഴുകിയെഴുതിയേ ഉള്ളൂ, തട്ടിയതൊന്നുമില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്ത് തന്നെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ മോഹൻലാലിന്റെ കണ്ണിൽ മാധ്യമപ്രവർത്തകരിൽ ഒരാളുടെ മൈക്ക് തട്ടിയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഒരു ചാനൽ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ പെട്ടത്. മക്കൾ വിസ്മയയുടെ സിനിമാ പ്രവേശനം സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടുന്നതിനിടെയായിരുന്നു സംഭവം. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന GST ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. മൈക്ക് കണ്ണിൽ തട്ടിയപ്പോൾ തിരികെ ദേഷ്യപ്പെടാതെ രംഗം സരസമായി നേരിട്ട മോഹൻലാലിനെ സമൂഹമാധ്യമങ്ങൾ പുകഴ്ത്തിയിരുന്നു. "എന്തിനാ മോനെ ഇതൊക്കെ കണ്ണിലേക്ക്" എന്ന ചോദ്യം മാത്രമായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. കാറിൽ കയറിയ ശേഷം "അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്" എന്ന് തമാശ രൂപേണ മോഹൻലാലിന്റെ മടക്കം.